ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഹർഷിന 2 ലക്ഷം രൂപ നൽകിയെന്നാണ് മന്ത്രി പറയുന്നത്. ഈ തുക താൻ സ്വീകരിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്തിയാൽ പ്രതിഷേധിക്കുമെന്നും ഹർഷിന പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയല്ലേ, വെറും കളവ് തന്നെ അങ്ങനെ മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരും വിശ്വസിച്ചോളൂ എന്ന് പറയുമ്പോൾ അങ്ങ് വിശ്വസിക്കാൻ എല്ലാവരും മണ്ടന്മാരാണോ? ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ആരോഗ്യമന്ത്രിക്ക് ഉണ്ടാവണം എന്നുള്ളത് കൂടാണ് പറയുന്നത്. ഇല്ല, 2 ലക്ഷം രൂപ നമ്മൾ സ്വീകരിച്ചിട്ടേ ഇല്ല. പല നിലക്കും അവർ നമ്മളെ പിടിപ്പിക്കാൻ നോക്കി. പക്ഷേ 2 ലക്ഷം രൂപ ആകെയുള്ള നഷ്ടപരിഹാരം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് തന്നത്. ഒരിക്കലും ഒരു സമാശ്വാസമായിട്ടോ ഒരു ചികിത്സാ സഹായമായിട്ടോ അല്ല തന്നത്. അതിനുശേഷം നടന്ന സർജറി കഴിഞ്ഞ 2024 മെയ് 22 വീണ്ടും ഇക്രോയിൽ വെച്ച് ഇതിനെ പുറത്ത് ഹെർണിയേഷൻ പോലെ ഒരു ഗ്രോത്ത് വന്നിട്ട് വീണ്ടും സർജറി നടന്നു. അതിന് മാത്രം ചെലവായി 2 ലക്ഷത്തിനടുത്തുള്ള തുക. അപ്പൊ ഇപ്പോ ഇനി അടുത്തതും ഈ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 ലക്ഷം കൊണ്ട് പക്ഷേ ഈ കഴിഞ്ഞ തവണ വയറ്റിൽ കത്രിക കുടുങ്ങിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ശ്രദ്ധേയമായ ഓർമ്മയിലുള്ള ഒരു വ്യക്തിയാണ് ഹർഷിന. അവരുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വിപത്കരമായ അനാസ്ഥകളിലൊന്നിന്റെ ഇര എന്ന് വിളിക്കാവുന്ന ഒരാൾ. സലാം, ഹർഷിന എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്? പക്ഷെ അത് ആദ്യമായാണ് ഹർഷിന ഇത്ര രൂക്ഷമായ ഭാഷയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ എത്തുന്നത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഹർഷിനയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. ഹർഷിനയ്ക്ക് സാധ്യമായതെല്ലാം സർക്കാർ നൽകി 2 ലക്ഷം രൂപ സമാശ്വാസ തുക നൽകി എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ തുക താൻ കൈപ്പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു സമാശ്വാസ തുക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നാൽ താൻ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം, അതായത് താൻ അനുഭവിച്ച വേദനക്ക് അത് പരിഹാരമാകില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ തുക നിരസിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ മന്ത്രി നിരന്തരമായി കളവ് പറയുകയാണ് ചെയ്തത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് സമരസമിതി കടക്കും. മന്ത്രി കോഴിക്കോട് എത്തിയാൽ അതിശക്തമായ സമരം ഉണ്ടാക്കും. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുത്തത് വളരെ വൈകിയാണ്. താൻ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മന്ത്രി പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഇതിൽ നടപടി ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയുമാണ് ചെയ്തത്. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ഈ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് കുടുങ്ങിയതെന്ന് കണ്ടെത്തിയിട്ട് പോലും ആരോഗ്യവകുപ്പ് ഇത് സമ്മതിക്കുകയോ ആരോഗ്യവകുപ്പ് റിപ്പോർട്ടുകളിലൊന്നും തന്നെ ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതെന്ന കാര്യം സമ്മതിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി നിരന്തരം കളവ് പറയുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കും. കോഴിക്കോട് എത്തിയാൽ മന്ത്രിക്കെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഹർഷന പറഞ്ഞു. ശരി, സലാമാണ് വിവരങ്ങൾ നൽകിയത്.